ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? 1 മണി മുതൽ നടത്തുന്ന സമരമാണ്, ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല, കാലാകാലങ്ങളായുള്ള ആവശ്യമാണ്. എന്താണ് ഇതിൽ പരിഹാരം കാണാനുള്ള പ്രതിസന്ധി എന്താണ്? ഇവിടെയുള്ള അധിക ക്ലാസ് റൂമുകളും ഹയർ സെക്കൻഡറി റൂമുകളൊക്കെ ഓടിട്ട ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വർഷക്കാലമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചേരട്ട പോലത്തെ വസ്തുക്കൾ ഇടയ്ക്ക് കൊഴിഞ്ഞു പോരാറുണ്ട്. അപ്പോൾ ഞങ്ങളത് മരുന്നടിച്ച് ശരിയാക്കലാണ്. പിന്നെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കിഫ്ബിൻ്റെ ബിൽഡിങ് ഒരു 4 കോടി ഉണ്ട് കിഫ്ബി. അതേപോലെ തന്നെ ഒരു പ്ലാൻ ഫണ്ടും നമുക്ക് പാസ്സായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ഈ പുഴ വീഴുന്നത് കൊണ്ട് PTA നേതൃത്വം ഞങ്ങൾ സീലിംഗ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തീരുമാനമാക്കിയാണ്. പക്ഷേ ആ സീലിംഗ് അതിന് മുന്നേ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പഞ്ചായത്തിൽ പഞ്ചായത്തിലേക്ക് പോയിരുന്നു. ആ പഞ്ചായത്തിൽ പോയി ഉച്ചക്കാണ് പോയത്. ആ ഉച്ചക്ക് കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിന്നെ ഒരു കുട്ടീൻ്റെ ഭക്ഷണത്തിലേക്ക് ഒരു ചേരട്ട വീണു. അപ്പോൾ അതിലെ കുട്ടികൾ എല്ലാവരും കൂടെ പിന്നെ പ്രതിഷേധിച്ചിട്ട് സമരത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കുട്ടികൾ ഗേറ്റിന് പുറത്ത്, പക്ഷേ കുട്ടികളെ എത്ര ഉള്ളിലേക്ക് ആക്കാനുള്ള സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു ഇടപെടൽ ഉണ്ടാവാത്ത? അതിന് എന്തിന്റെ എന്ത് ബുദ്ധിമുട്ടാണ് അതിനുള്ളത്? അത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളെ പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് നമുക്കൊരു പിന്നെ മീറ്റിംഗ് നടത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതേപോലെ RDDയിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ RDD നിന്ന് സാറ് പറഞ്ഞത് കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് തീരുമാനിക്കുക എന്നുള്ള രൂപത്തിലാണ് RDD പറഞ്ഞത്. PTA പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. ആ PTA പ്രതിനിധികൾ വരാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി അതിനൊരു ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനൊരു പ്രതികരണം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ ഒരു 4 മണിക്കൂർ നേരത്തോളം സമരം തുടങ്ങിയിട്ട് ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് അവരുടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ വിട്ടു പോകാൻ വീണ്ടും അവർ പ്രതിഷേധിക്കുകയാണ്. കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുട്ടികൾ അത് കേൾക്കാൻ തയ്യാറായി വീണ്ടും അവർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ അധിക ബാച്ചുകൾ ഉൾപ്പെടെ അനുവദിച്ചു. ആ ക്ലാസ്സുകൾ പോലും പര്യാപ്തമായ ഒരു സൗകര്യമില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ശരിയാണോ? അത് ശരിയാണ്. അതിനുള്ള ക്ലാസ് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ അവസ്ഥ. അപ്പോൾ ഇനി വരുന്ന കുട്ടികളുടെ അവസ്ഥ നമ്മൾ പറയേണ്ടി വരില്ലല്ലോ. അതാണ് ബുദ്ധിമുട്ട്. അതൊക്കെ നമ്മൾ MLA-യുടെയും അതേപോലെ RDD-യുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അവർ വീണ്ടും ബാച്ച് വന്നത് കുട്ടികളുടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നു. ഇത്തരത്തിലൊരു രോഷാകുലരായ പ്രതിഷേധാഗ്നി തന്നെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർക്ക് ഒരു നൽകാനുള്ള സ്കൂൾ അധികൃതരുടെ മറുപടി എന്താണ്? നമുക്ക് നാളെ PTA-യുടെയും നേതൃത്വത്തിൽ നാളെ ആ മീറ്റിങ്ങിൽ നമുക്ക് നല്ല ഒരു തക്കതായ തീരുമാനം ഉണ്ടാക്കാൻ അത് നാളത്തെ യോഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ അറിയിക്കുന്നുള്ളതാണ്. എന്തായാലും സ്കൂളിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതാണ്. PTA ഉൾപ്പെടുന്ന യോഗമുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികളോട് എന്തായാലും ഇത് പരിഹരിക്കാൻ ആവശ്യമുള്ള തീരുമാനം സ്വീകരിക്കുന്നതായി തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളത് നാളത്തെ യോഗത്തിൽ വിലയിരുത്തിയ ശേഷം വിദ്യാർത്ഥികളെ അറിയിക്കും. ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ നമ്മളോട് എന്തായാലും വിശദീകരിക്കുന്നത്. വിദ്യാർത്ഥികളോട് കൂടി എന്തായാലും അവരുടെ മറുപടിക്കായി വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്. അരുണേ, ഇനിയിപ്പോൾ കുട്ടികൾ ആ ഒരു തീരുമാനത്തിൽ വിശ്വാസം ഉറപ്പിച്ച് പിരിഞ്ഞു പോകുന്നത് തന്നെയാണല്ലോ ഉചിതം. കാരണം ഒറ്റയടിക്ക് ഇപ്പോൾ മരുന്നടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ക്ലാസ്സൊന്നും നടത്തില്ല. ഇത് കണ്ടപ്പോഴും ഓർമ്മ വന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കോട്ടിരുമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കയറി ക്ലാസ് മുഴുവൻ കോട്ടിരുമ കയറി ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ കോട്ടിരുമ കയറി മരുന്നടിച്ച് 3 ദിവസം ക്ലാസ്സിൽ പോകാതിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിൽ നേരത്തെ മരുന്നടിച്ചൊക്കെ കാര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിലെ പാളിച്ചാണ് ഇപ്പോൾ കുട്ടികളെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്തായാലും ഇനി പ്രിൻസിപ്പൽ പറയുന്നത്, അധ്യാപകർ പറയുന്നു, വിശ്വാസത്തിലെടുത്ത് കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങി പോവുക, നാളത്തെ യോഗത്തിൽ ഉചിതമായ തീരുമാനമെടുത്ത് നടപടികൾ എടുക്കുക എന്നതാണ് ചെയ്യേണ്ട കാര്യം. നമ്മൾ പ്രതിഷേധിച്ച് മാത്രം പോയാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ